ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. നമ്മൾ ഭാഗവതം വിവരിച്ചുകൊണ്ടിരുന്നതിൽ കഴിഞ്ഞ ദിവസം 10ാമത്തെ ഭാഗമായിരുന്നു വിവരിച്ചിരുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഹസ്തിനപുരിയിൽ നിന്ന് യുധിഷ്ഠിര ഭഗവാൻ മഹാരാജാവിനെ രാജാവായി വാഴിച്ചു. അശ്വമേധയാഗങ്ങൾ 3 നടത്തി. അതിനുശേഷം അവിടെ പ്രജാ പരിപാലനത്തിന് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും ധർമ്മങ്ങളും ആചരിപ്പിച്ചതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭഗവാൻ അവിടെ എല്ലാവരുടെയും ആ നിറകണ്ണുകളോടെയുള്ള ആ യാത്രയയപ്പിന് ശേഷം തൻ്റെ വസതിയായ ദ്വാരകയിലേക്ക് വരുന്ന ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവിടെ ദ്വാരകയിലെത്തിയ ഭഗവാൻ പാഞ്ചജന്യം, ദ്വാരകാ പ്രവേശത്തിൽ വെച്ച് പാഞ്ചജന്യത്തിലൂടെ എല്ലാ ദ്വാരകാവാസികളും ഭഗവാനെ അറിയുകയാണ് ഭഗവാൻ വന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദ്വാരക ഭഗവാനെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹസ്തിനപുരിയിലെ പാണ്ഡവരാദികളും കൗരവരും എല്ലാവരും, സ്ത്രീകൾ ഉൾപ്പെടെ സർവ്വ ആൾക്കാരും ഭഗവാന്റെ ആ മോഹന രൂപം, ആ ഭഗവാന്റെ സാന്നിധ്യം, മനുഷ്യ ശരീരത്തിലുള്ള ഭഗവാന്റെ ആ അവിസ്മരണീയമായ ആ ആനന്ദതുന്തിലമായിട്ടുള്ള ആ സാമീപ്യം നഷ്ടപ്പെട്ടതിൽ നിറകണ്ണുകളോടെ അവർ യാത്ര അയക്കുമ്പോൾ ഇവിടെ ഹർഷാരവത്തോടുകൂടി, വാദ്യമേളങ്ങളോടുകൂടി, എല്ലാവിധമായ മന്ത്രോച്ചാരണത്തോടുകൂടി, വേദോച്ചാരണത്തോടുകൂടി, പുഷ്പവൃഷ്ടിയോടുകൂടി ഭഗവാനെ ദ്വാരകാവാസികൾ എതിരേൽക്കുന്ന ഭാഗമാണ് നമ്മളിന്ന് വിവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദ്വാരകയിൽ ഭഗവാൻ പ്രവേശിക്കുമ്പോൾ എല്ലാ ഗൃഹങ്ങളിലും സുഗന്ധം പുകച്ചിരുന്നു. എല്ലാ വീടുകളിലും നിലവിളക്കും അക്ഷതവും തൈരുമൊക്കെ നിറകുംഭങ്ങളിൽ നിറച്ച് സൂക്ഷിച്ച് ഭഗവാനെ എതിരേൽക്കുവാൻ വേണ്ടി പൂജകൾ ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ദ്വാരകാപുരിയിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ്. തങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണൻ മടങ്ങി വന്ന വിവരമറിഞ്ഞ് വസുദേവർ, അക്രൂരൻ, ഉഗ്രസേനൻ ഭഗവാന്റെ മുത്തശ്ശൻ, വസുദേവരുടെ അതായത് കംസന്റെ, ദേവകിയുടെ അച്ഛനാണ് ഉഗ്രസേനൻ, കംസന്റെ പിതാവ്. അങ്ങനെ കംസനെ വധിച്ച ശേഷം ഉഗ്രസേനനാണ് ഭഗവാനോടെ രാജാവായി മുത്തശ്ശനെയാണ് വാഴിക്കുന്നത്. ബലരാമൻ, പ്രത്യുപ്നൻ, അത് ഭഗവാന്റെ മകനാണ് പ്രത്യുപ്നൻ, ചാരുദേഷ്ണൻ, സാമ്പൻ, ഇവരൊക്കെ ഭഗവാന്റെ മക്കളാണ്. സാമ്പനൊക്കെ മുതലായവർ സന്തോഷപരവശരായി തീർന്നു. അവർ ഓരോരോ കർമ്മങ്ങൾ, ജോലികളൊക്കെ ചെയ്യുകയായിരുന്നു. അതെല്ലാം പകുതിയിൽ ഉപേക്ഷിച്ച ശേഷം അവർ ഒരാനയെ മുൻപേ നടത്തിക്കൊണ്ട് പിറകെ അവർ ബ്രാഹ്മണരുടെ വേദോച്ചാരണത്തോടും ശംഖ്, പെരുമ്പറ, മൃദംഗം, വീണ മുതലായ വാദ്യഘോഷങ്ങളോടും കൂടി ചെന്ന് ഭഗവാനെ എതിരേറ്റ് സ്വീകരിച്ചു. അനേകം സുന്ദരികളായ കന്യകമാർ താലപ്പൊലിയുമായി ഭഗവാനെ എതിരേറ്റു. നടന്മാർ, നർത്തകർ, പാട്ടുകാർ, അതുപോലെ തന്നെ സൂത, മാഗധ രാജാക്കന്മാർ എല്ലാവരും ഭഗവാനെ, അത്ഭുതകരമായ ഭഗവാന്റെ ലീലകൾ വാഴ്ത്തി ഭഗവാനെ സ്തുതിച്ച് വരവേൽക്കുകയാണ്. വൃന്ദാവന കണ്ണൻ, മധുരാവാസി, ദ്വാരകാവാസിയായ ഭഗവാൻ നീണാൾ വാഴട്ടെ, നീണാൾ വാഴട്ടെ. പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ എഴുന്നള്ളിയിരിക്കുന്നു. നമ്മുടെ ദ്വാരകയുടെ പൂർണ്ണചന്ദ്രൻ വീണ്ടും ഉദിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷവും സമാധാനവും കരുതലും സ്നേഹകടാക്ഷങ്ങളും തരുവാൻ ഭഗവാൻ വീണ്ടും ആഗതനായിരിക്കുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഭഗവാൻ നമ്മിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നൊക്കെ അവർ ജയാരവങ്ങൾ മുഴക്കി. ഭഗവാൻ ബന്ധുക്കളെയും പൗരജനങ്ങളെയും യഥായോഗ്യം സമീപിച്ച് അവരെ പ്രീതിപ്പെടുത്തി. തന്നെ വരവേൽക്കാൻ വന്ന ബന്ധുമിത്രാദികളും പൗരജനങ്ങളും ബ്രാഹ്മണ മുഖ്യരും എല്ലാവരുമുണ്ട്. തന്നെക്കാൾ പ്രായം കൂടിയവരെ അദ്ദേഹം നമസ്കരിച്ചു. സമപ്രായക്കാരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. പ്രായം കുറഞ്ഞവർ ഭഗവാനെ നമിച്ചു, നമസ്കരിച്ചു.
പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ സ്നേഹത്തോടെ പറഞ്ഞും എല്ലാവരെയും തലോടിയും തട്ടിയും കടക്കണ്ണുകൊണ്ടുള്ള ആ സ്നേഹാർദ്രമായ നോട്ടത്തോടുകൂടി ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഗുരുക്കന്മാർ, അതുപോലെ തന്നെ പത്നി സമേതരായി വന്ന ബ്രാഹ്മണർ മുതലായവരെല്ലാം ശ്രീകൃഷ്ണനെ ആശീർവദിച്ചു. അനന്തരം ഭഗവാൻ പ്രധാന രാജമാർഗത്തിലൂടെ, പ്രധാന വീതിയിലൂടെ സഞ്ചരിക്കുവാൻ, അദ്ദേഹത്തിന്റെ തേരിങ്ങനെ സഞ്ചരിക്കുവാൻ ആരംഭിക്കുമ്പോൾ രാജപാതയിൽ ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി ആ രാജപാതയുടെ ഇരുവശത്തും അവരവരുടെ ഗൃഹങ്ങളുടെ മുകളിൽ കയറി സ്ത്രീകൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ദ്വാരകാവാസികൾ ശ്രീകൃഷ്ണനെ ദിവസേന കാണുന്നവരാണെങ്കിലും ഇപ്പോൾ ഭഗവാനെ കാണാൻ വളരെ കൗതുകം തോന്നിയതിന് കാരണം എന്തായിരിക്കാം? സൗന്ദര്യത്തിന്റെ ഉറവിടമായ ഭഗവാന്റെ കോമള രൂപ എത്ര പ്രാവശ്യം കണ്ടാലും, എന്നും അവർ കാണുന്നതാണെങ്കിലും വീണ്ടും ഭഗവാനെ പിറ്റേ ദിവസം കാണുമ്പോഴും ഒരു ഉന്മേഷമാണ്, ഒരു നവോന്മേഷത്തോടു കൂടിയാണ് അവർക്കതെല്ലാം ആ ഭഗവാന്റെ കോമള രൂപം കാണാൻ കഴിയുന്നത്. ഇന്നലെ കണ്ട ആ നിറവല്ല ഇന്ന് കാണുന്നതിന്. എത്ര പ്രാവശ്യം നോക്കിയാലും കണ്ണുകൾക്ക് മതിവരാ എന്ന് തോന്നത്തില്ല, മതി ആകില്ല. അതുപോലെയുള്ള ആ ഭഗവാന്റെ മുഖാംബുജം, അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ നിത്യസാന്നിധ്യമുള്ള ഭഗവാന്റെ മാറിടം, ഇന്ദ്രനും വരുണനും അതുപോലെയുള്ള ദിക്പാലകരും ലോകപാലകന്മാരെയും എല്ലാം രക്ഷിക്കുന്ന ഭഗവാന്റെ ആ തൃക്കൈകൾ, വേദസാരങ്ങൾ മാത്രം തിരഞ്ഞാൽ കിട്ടുന്ന ആ ഭക്തന്മാർക്ക് ആശ്രയഭൂതങ്ങളായ ഭഗവാന്റെ പത്മപാദാരവിന്ദങ്ങൾ, ഇങ്ങനെ ആപാധചൂടം നോക്കിയിട്ടും ശ്രീകൃഷ്ണ സ്വരൂപത്തെ എത്ര പ്രാവശ്യം കണ്ടിട്ടും ആർക്കും മതി വരാത്തതിൽ എന്താ ആശ്ചര്യം? എത്ര പ്രാവശ്യം കണ്ടാലും, എത്രയെത്ര തവണ ഭഗവാനെ കണ്ണുകൊണ്ട് കോരി കുടിച്ചാലും മനസ്സുകൊണ്ട് അനുഭവിച്ചാലും ഭക്തർക്ക് അങ്ങോട്ട് മതി വരില്ല ഭഗവാന്റെ മോഹന രൂപം. ശിരസിന് മുകളിൽ വെൺകൊറ്റക്കുട, ഇരുവശത്തും വെഞ്ചാമരങ്ങൾ, രാജപാതയുടെ ഇരുവശത്തുമുള്ള മാളിക മുകളിൽ നിന്ന് തുരുതുരെ സ്ത്രീകൾ വർഷിക്കുന്ന പുഷ്പവൃഷ്ടി ഭഗവാനിലേക്ക് വന്നെത്തുകയാണ്. അരയിൽ അണിഞ്ഞ മഞ്ഞപ്പട്ട്, കഴുത്തിൽ ശോഭിക്കുന്ന വനമാല, ഇങ്ങനെയുള്ള അലങ്കാരങ്ങളോടുകൂടി രാജമാർഗത്തിലൂടെ സഞ്ചരിച്ചു വരുന്ന ഭഗവാൻ സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും മഴവില്ലിനോടും ഇടിമിന്നലിനോടും കൂടി ഇങ്ങനെ നിൽക്കുന്ന മേഘം പോലെ ഇങ്ങനെ ശോഭിക്കുകയാണ്. സൂര്യചന്ദ്രന്മാരും മഴവില്ലും അനേകം നക്ഷത്രങ്ങളും മിന്നലും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന മനോഹരമായ മേഘത്തിന്റെ ഒരേ സമയത്ത് മേഘത്തിൽ ഇതെല്ലാം പ്രതിഫലിച്ചാൽ എത്ര ശോഭയായിരിക്കും, എത്ര ഗാംഭീര്യമായിരിക്കും, അത്ര പ്രൗഢിയായിരിക്കും. അതേപോലെ ഭഗവാൻ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ ആ മഞ്ഞപ്പട്ട് ഇടിമിന്നൽ പോലെയും വനമാല മഴവില്ല് പോലെയും വർഷങ്ങൾ ഇങ്ങനെ ഭഗവാന്റെ മേൽ ചൊരിയുകയാണ് ഓരോ വീടിന്റെയും മുകളിൽ നിന്ന്. അത് കണ്ടാൽ നക്ഷത്രജാലങ്ങൾ ഭൂമിയിലേക്ക് വീഴുകയാണോ എന്ന് തോന്നും ഭഗവാനെ അലങ്കരിക്കുവാൻ. വെൺകറ്റക്കുട സൂര്യനെ പോലെ ശോഭിക്കുന്നു, വെഞ്ചാമരങ്ങൾ ചന്ദ്രനെ പോലെ ശോഭിച്ച് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരേ സമയത്ത് പ്രകാശിക്കുകയില്ല. എങ്കിലും ഇവിടെ കാണുന്ന കാണികൾക്ക് അസംഭവ്യമായ ആ ഒരു അനുഭവമാണ് തങ്ങളുടെ കണ്ണുകളുടെ ദർശനത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഒരേ സമയം പ്രകാശിക്കുകയില്ലെങ്കിൽ പോലും ഭഗവാന്റെ സാന്നിധ്യം കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ഇതെല്ലാം ഒരേ സമയം പ്രകാശിക്കുന്ന പോലെ തോന്നി. ശ്രീകൃഷ്ണൻ അനന്തമായ ശക്തിവിശേഷത്തിന്റെ ഉടമയായ ഭഗവാൻ തന്റെ അച്ഛനായ വസുദേവരുടെ ഗൃഹത്തിൽ പ്രവേശിച്ചു. അച്ഛനെയും അമ്മയെയും നമസ്കരിച്ചു ഭഗവാൻ. അവർ പുത്രനെ ആശീർവദിച്ചു, അനുഗ്രഹിച്ചു തലയിൽ കൈവച്ച്. ദേവകിയും വസുദേവരുടെ മറ്റു പത്നിമാരും കൃഷ്ണനെ മടിയിലിരുത്തി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കണ്ണുനീരുകൊണ്ട് കുളിപ്പിച്ചു. ഭഗവാൻ അതിനുശേഷം അന്തപുരത്തിലേക്ക് ചെന്നു. അവിടെ അന്യനാട്ടിലേക്ക് ഭർത്താവ് പോയാൽ പതിവ്രതകൾ ആചരിക്കേണ്ടതായ വ്രതങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടമല്ല, നമ്മൾ കലികാലത്ത് നിന്ന് ദ്വാപരയുഗത്തെയും ഭഗവാനെയും ഭഗവാന്റെ ഭാര്യമാരെയും അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും
വിലയിരുത്തരുത്. നമ്മൾ ഇന്ന് കാണുന്നതാണ് സത്യം. ഇതിനു മുമ്പുണ്ടായിരുന്നതൊക്കെ വെറും മിത്തുകളാണ്, ഐതിഹ്യങ്ങളാണെന്ന് പറഞ്ഞ് പുരാണങ്ങളെ തള്ളിക്കളയാൻ വരട്ടെ. ഇതൊക്കെ നമ്മുടെ ഈ ഭാരതഭൂമിയിലുള്ളതാണ്, നടന്നതാണ്. അതുകൊണ്ടല്ലേ ദ്വാരക ഇപ്പോഴും നിലനിൽക്കുന്നത്, രാമസേതു ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ദ്വാപരയുഗവും ത്രേതായുഗവും എല്ലാം ഇവിടെ സംഭവിച്ചതല്ലേ. ഒന്നും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു ഇതുവരെ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇതൊക്കെ പുരാണങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ആരോ, വ്യാസനെന്ന് പറഞ്ഞ ആരോ ഒരാളല്ലായിരിക്കും, പലരായിരിക്കും. അങ്ങനെ ആരോ എഴുതി വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ നടന്ന ആചാര അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഒക്കെയാണ്. ഭർത്താവ് അന്യദേശത്തേക്ക് പോകുന്ന ഭാര്യമാർ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ 16,008 ഭാര്യമാരും ആ വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ഭാര്യമാർ എന്ത് ചെയ്തു? ഭഗവാനെ കണ്ട് അന്തഃപുരത്തിലേക്ക് കടന്നു വന്ന ഭഗവാനെ സന്തോഷ സംഭ്രമങ്ങളോടെ അവർ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയാണ്. അവരെല്ലാം മനസ്സുകൊണ്ട് ഭഗവാനെ ആലിംഗനം ചെയ്തു. എല്ലാവരും എൻ്റെ കൃഷ്ണൻ, എൻ്റെ ഭഗവാൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ഭഗവാനെ ഓരോരുത്തരും മനസ്സുകൊണ്ട് അപാദചൂടം അണിഞ്ഞ് നുണഞ്ഞ് അലിഞ്ഞ് ആലിംഗനം ചെയ്യുകയാണ്. ഇത്രയും നീണ്ട ദിവസങ്ങൾ ഭഗവാനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്ന സങ്കടം കൊണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പത്നിമാർ നിത്യേന ഭഗവാനോടൊത്ത് കഴിയുന്നവരാണെങ്കിലും ആ പാതാരവിന്ദങ്ങൾ ഓരോ ദിവസവും പുതിയതെന്ന പോലെ മനോഹരമായിട്ട് അവർക്ക് അനുഭവപ്പെടുമായിരുന്നു. ലക്ഷ്മി ദേവി പോലും ഒരിക്കലും വിട്ടുപിരിയാതെ സേവിക്കുന്നവയാണല്ലോ ആ പാദകമലങ്ങൾ. അവ അത്രയും മനോഹരങ്ങളാണ്. അത് ഭഗവൽ പത്നിമാർ അവരുടെ ആ വിരഹ ദുഃഖം ദുസ്സഹമായി തീർന്ന്, ആ ദുസ്സഹമായി ഭഗവാന്റെ ആ വിരഹം ദുസ്സഹമായി തീർന്ന ആ പത്നിമാർ ഭഗവാനെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സുകൊണ്ട് ആവഹിച്ച് വളരെ പ്രേമപൂർവം ഭഗവാനോട് അടുക്കുകയാണ്. ഭൂമിക്ക് വളരെ ദുരിതങ്ങളായി തീർന്ന ആ അസുരന്മാരുടെ വംശം പോലെ ആസുരമായിട്ടുള്ള സ്വഭാവത്തിനുടമകളായിരുന്ന ആ ദുര്യോധനാദികളുടെ അധർമ്മികളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി 18 അക്ഷകുണി സൈന്യത്തോടുകൂടി രാജാക്കന്മാരെ വന്ന ആ രാജാക്കന്മാരെ എല്ലാം 18 അക്ഷകുണി പടയുണ്ടായിരുന്നു ദുര്യോധനാദികളുടെ ഭാഗത്ത്. അതിനെ ആയുധമെടുക്കാതെ തന്നെ ഭഗവാൻ ഭാരത യുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ സംഹരിപ്പിച്ചു. ഭഗവാൻ ആയുധം എടുക്കാതെ തന്നെ അതിന്റെ സൂത്രധാരനായി നെടുന്തൂണായി നിന്ന് ഭഗവാൻ അവരെ സംഹരിച്ചിട്ട് യോഗമായയെ അവലംബിച്ച് മനുഷ്യനായി അവതരിച്ചു. ഭഗവാൻ തന്റെ മായാശക്തിയായ യോഗമായയെ അവലംബിച്ചാണ് മായാരൂപത്തിലൊരു ശരീരം ഭഗവാൻ ഭൂമിയിൽ എടുത്തത്. 16,008 പത്നിമാരുടെ മധ്യത്തിൽ വെറും സാധാരണക്കാരനോ എന്ന് തോന്നുമാറ് ജീവിച്ചു. അവരെല്ലാവരുടെയും അവർക്കെല്ലാം സന്തോഷവും സമാധാനവും കൊടുത്ത്, എന്നിട്ടോ മായാപ്രകൃതിയാൽ തന്റെ ഒരു ശരീരം നിർമ്മിച്ച് എല്ലാവരുടെയും മുന്നിൽ ഒരു സാധാരണ മനുഷ്യനെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ, ഒരു സാധാരണ അച്ഛനെ പോലെ, ഒരു സാധാരണ മകനെ പോലെ ഭഗവാൻ ജീവിച്ചു. പുഞ്ചിരി കൊണ്ടും കടാക്ഷം കൊണ്ടും കാമദേവനെ പോലും ജയിക്കാൻ കഴിവുള്ള സുന്ദരിമാരായിരുന്നു ശ്രീകൃഷ്ണന്റെ 16,008 പത്നിമാരും. അതിനെക്കുറിച്ച് 8 പേര് അഷ്ടലക്ഷ്മികൾ, 16,000 പേര് ജരാസന്ധന്റെ തടവറയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഓരോ രാജ്യത്തെയും കന്യകമാരായിരുന്നു അവരെല്ലാം. അവരെ ശ്രീകൃഷ്ണൻ അവർക്ക് തിരികെ പോകുവാൻ ഒരു അവസരമില്ല. ആരും അവരെ ജരാസന്ധനെ നിഗ്രഹിച്ച ശേഷം ആ തടവറയിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ സ്വന്തം ഗൃഹത്തിലേക്ക് പോകുന്നതിന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അവരെ എല്ലാവരും ഉപേക്ഷിച്ചതായിരുന്നു, ക്രൂരനായ ജരാസന്ധന്റെ തടങ്കലിൽ കഴിഞ്ഞത് കാരണം. അപ്പോൾ അവർക്ക് മരണമേ ശരണമുള്ളായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ അവരെ ഏറ്റെടുത്ത് അവർക്ക് പദവിയും മാന്യതയും കൊടുത്ത് തന്റെ ഭാര്യമാരായി ഒരേ സമയം ഭഗവാൻ അവരെ താലി കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർക്ക് രക്ഷ കൊടുത്തതാണ്. അല്ലാതെ 16,000 ഭാര്യമാരുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ അവരിൽ നിന്നെല്ലാം സന്തോഷവും സ്നേഹവും ശരീരസുഖവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടി ഭഗവാൻ നടന്നു, അല്ലെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അത്രയും കന്യകമാരെ ഭഗവാൻ, അവർക്ക് വേറൊരു ഗതിയില്ല പോകാൻ, അവർക്ക് മരണമേ ഉള്ളായിരുന്നു അഭയം.
അത്രയ്ക്കും ജയിലിൽ കിടന്ന പെൺകുട്ടികളെ ആര് സ്വീകരിക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ? അത് അത്രയും പെൺകുട്ടികളെ ആര് സ്വീകരിക്കും? അതിലൊരു കുട്ടിയെങ്കിലും ആരെങ്കിലും സ്വീകരിക്കുമായിരുന്നു അന്നത്തെ പുരുഷന്മാര്? പക്ഷെ ഭഗവാനാകട്ടെ അത്രയും പേരെയും രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തത്. അവർക്കെല്ലാം ജീവിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, അവർക്കെല്ലാം ജീവിക്കുവാൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം അവരുടെ എല്ലാവരുടെയും ഭർത്താവായി, ഭർത്തൃസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും ഭർത്താവായി ജീവിച്ചു എന്ന് കരുതേണ്ട കാര്യമില്ല. ഭക്തന്മാരുടെ ഹൃദയത്തിൽ നാഥനായി വിളങ്ങുകയാണ് ഭഗവാൻ. ആ ഹൃദയം ഇപ്പം ഈ ഭൂമിയിൽ എത്ര കോടി ജനമുണ്ടെങ്കിലും അതെല്ലാം ശ്രീകൃഷ്ണ ഭക്തരാണെന്നിരിക്കലും ആ അത്രയും കോടി ജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവർക്കുണ്ട്. അവർ എൻ്റെ കൃഷ്ണ, എൻ്റെ ഭഗവാനെ, എൻ്റെ ജഗത്പതേ എന്ന് വിളിച്ചാൽ ഭഗവാൻ അവരുടെ എല്ലാ ഹൃദയത്തിലുണ്ട്. അതുപോലെ 16,008 സ്ത്രീകളുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട്. 16,008 ഈ ഭൂമിയിലുള്ള എല്ലാ ഭക്തരുടെയും ഗോപികമാരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അവർക്കെല്ലാം ഭഗവാനുണ്ട്. അപ്പോൾ കാരണം എന്താണ്? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഭഗവാനെ കാണാൻ നമുക്ക് കഴിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ ഇവിടെ തിങ്ങി നിൽക്കുന്ന വായു പോലെ ഭഗവാൻ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭഗവാനെയാണ് നമ്മൾ ശ്വസിക്കുന്നതും നമ്മൾ ജീവിക്കാൻ വേണ്ടി പ്രാണവായു എടുക്കുന്നതും നമ്മുടെ ബോധമായി നിലനിൽക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും എല്ലാം ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാൻ നമ്മിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന് 16,008 പുരുഷനായിട്ട് മാറാനാണോ വയ്യാത്തത്? ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര ജീവജാലങ്ങളും ഭൂരൂപങ്ങളും ഭഗവാൻ സൃഷ്ടിച്ച പ്രകൃതികളുണ്ടോ അത്രയും അതും ഭഗവാന്റെ ഒരു അംശം എടുത്തു മാത്രമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഒരു ചെറിയ അംശം മാത്രം. എന്നിട്ട് പോലും അതിനൊരു അന്തമില്ല. മനുഷ്യന്റെ ഒരു പുരുഷായുസ് കൊണ്ട് അവൻ ജോലി ചെയ്യുന്ന സ്ഥലമോ കുടുംബമോ വീടിന്റെ പരിസരമോ അല്ലെ വ്യക്തികളെയോ ഒക്കെ നമുക്ക് പരിചയമുള്ളൂ, നമുക്ക് സമ്പർക്കപ്പെടാൻ കഴിയുന്നുള്ളൂ. അപ്പോഴാണ് ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡങ്ങളെ കുറിച്ച് പറയുന്നതിൽ ഒരു ബ്രഹ്മാണ്ഡമായ ഈ ഗാലക്സിയിൽ അവിടെ ഒരു വൃത്തം പോലെയുള്ള ഭൂമിയിൽ, ആ ഒരു ഗ്രഹമായ ഭൂമിയിൽ നമ്മൾ താമസിച്ചിട്ട് ആ ഭൂമിയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു പൊട്ടുപോലൊരു സ്ഥലത്താണ് നാം ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം കണ്ടു തീർക്കുന്നുണ്ടോ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ്? അപ്പോഴാണോ നമ്മൾ ഈ ഭൂമിയിലെ മറ്റു ഭൂഖണ്ഡങ്ങൾ, ഭൂരൂപങ്ങൾ, സമുദ്രങ്ങൾ, വനങ്ങൾ എന്തെല്ലാം ബാക്കി കിടക്കുന്നു അത് കാണുന്നുണ്ടോ? ഇല്ല. അതിനുശേഷം ഈ മറ്റ് സംവിധാനങ്ങൾ, ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങൾ, മറ്റ് ലോകങ്ങൾ, ഇവിടെ എങ്കിലും മനുഷ്യന് പോകാൻ കഴിയുമോ? നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അനന്തകോടി നക്ഷത്ര വിധാനങ്ങളെ കാണാം. അത് എന്താണെന്ന് പോലും മനുഷ്യനറിയാമോ? ഇത്രയും കോടാനുകോടി അകലെ നിന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ ദീപം കൊളുത്തി വെച്ചിരിക്കുന്നത് പോലെ അല്ലേ നമുക്കറിയൂ. നമുക്കതിന്റെ പേരറിയാമോ? അവിടെ ജീവജാലങ്ങളുണ്ടോ എന്നറിയാമോ? അവിടെ ആ കാണുന്ന ഓരോ നക്ഷത്ര ജാലവും എന്തൊക്കെയാണെന്ന് നമുക്ക് വല്ലേ? അവിടെ ഗ്രഹങ്ങളാണോ, അല്ലെങ്കിൽ അവിടെ മറ്റ് ജീവന്റെ വാസനയുള്ളതാണോ? ഏതെങ്കിലും മനുഷ്യരോ അല്ലെ അതുപോലെയുള്ള ജീവവർഗങ്ങൾ ജീവിക്കുന്നുണ്ടോ? അത് എത്ര കോടി കിലോമീറ്റർ അകലെയാണ്? ഇത് വല്ലതും നമുക്കറിയാമോ? നമ്മൾ ഇവിടെ വെച്ച് മനുഷ്യന്റെ ഒരു ഊഹാഭോഗത്തിന് അതൊക്കെ ഓരോ നക്ഷത്രങ്ങളാണെന്നൊക്കെ നമ്മളങ്ങ് ചിന്തിക്കുക. അതൊക്കെ നമ്മുടെ സയൻസ് പുസ്തകങ്ങളിൽ തലമുറകളെ പഠിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. അല്ല, എന്തറിയാം നമുക്ക് ഈ പ്രകൃതി? അത് ഒരു ഗാലക്സിയില്ല നമ്മളിത് കാണുന്നത്. ഇതുപോലെ എണ്ണമറ്റ വിഷ്ണു ഭഗവാന്റെ ആ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മദേവനെ ഏൽപ്പിക്കുകയും പരിപാലനത്തിന് വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ കാരണജലത്തിൽ ആ ഭഗവാൻ ഇങ്ങനെ അനന്തന്റെ മെത്തമേലിങ്ങനെ കാരണോദകശായിയായ വിഷ്ണു ഭഗവാൻ ശയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസനിശ്വാസങ്ങളിലാണ്, ഓരോ ശ്വാസങ്ങൾ ഉള്ളിലേക്കെടുക്കുമ്പോൾ ഓരോ ബ്രഹ്മാണ്ഡങ്ങൾ അദ്ദേഹത്തിലേക്ക് ലയിച്ചു ചേരുന്നു. അടുത്ത നിശ്വാസത്തിൽ ഓരോ ബ്രഹ്മാണ്ഡങ്ങൾ ഉദയം ചെയ്യുന്നു. ആ ഒരു ശ്വാസനിശ്വാസത്തിന്റെ ആ ദൈർഘ്യമാണ് ഒരു പ്രപഞ്ചത്തിന്റെ
മുഴുവൻ ആയുസ്. അതുപോലെ എത്രയോ ശ്വാസവും നിശ്വാസങ്ങളും പുറത്തു വരുമ്പോൾ എത്രയെത്ര ബ്രഹ്മാണ്ഡങ്ങളാണുള്ളത്. ഇത് വല്ലതും നമുക്കറിയാമോ? വല്ല കാര്യവും നമുക്കറിയാമോ? എന്നിട്ടും നമ്മൾ ഈശ്വരനില്ല, ഇവിടെ ഒന്നുമില്ല, മനുഷ്യന്റെ കേവലമായ 10, 60, 70 വയസ്സിന്റെ ശക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിനപ്പുറം എന്താണെന്നറിയില്ല, ഇപ്പുറം എന്താണെന്നറിയില്ല. കുറെ യുക്തിവാദമെന്നും പറഞ്ഞ് കുറച്ച് മനുഷ്യരുണ്ട്. യുക്തിയെക്കുറിച്ച് ചിന്തിക്കുക. എന്ത് യുക്തിയാണ്? മനുഷ്യന്റെ ശരീരത്തിന്റെ ശക്തിയെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ഒക്കെ ആയിരിക്കും ഇവർ ചിന്തിക്കുന്നത്. ഈ ശക്തിയും ബുദ്ധിയൊക്കെ മനുഷ്യൻ എവിടെ നിന്ന് കിട്ടി എന്ന് ചിന്തിക്കുമ്പോൾ അവർ കുറെ പരിണാമ സിദ്ധാന്തത്തിന്റെ പിന്നാലെ പോയി കുരങ്ങന്മാരെ വരെ എത്തി നിൽക്കും. ആ കുരങ്ങനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. അപ്പോൾ പറയാം അത് പരിണാമത്തിലൂടെ കുരങ്ങൻ ഉണ്ടായതാണ്. അപ്പോൾ അതിനു മുമ്പ് ഉള്ള പരിണാമം എന്തായിരുന്നു? അതിനു മുമ്പുള്ളത് എന്ത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആദ്യം ഉണ്ടായത് എന്തെന്നുള്ള ഒരു ചോദ്യം വരും. അപ്പോൾ ആദ്യം ഉണ്ടായത് എന്തെന്നുള്ള ചോദ്യം വരുമ്പോൾ ആ ആദ്യം ഉണ്ടായതിനെ ഉണ്ടാക്കിയത് ആരാണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ എല്ലാറ്റിനും മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അതെന്താണെന്നുള്ള ചോദ്യം വരുമ്പോൾ ശാസ്ത്രം അവിടെ നിശബ്ദമായിട്ട് നിൽക്കും. അപ്പോൾ ശാസ്ത്രത്തിനോ മറ്റ് സാങ്കേതിക വിദ്യകൾക്കോ ഉപകരണങ്ങൾക്കോ ഒന്നും കണ്ടുപിടിക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന അനുഭവങ്ങൾക്കും അപ്പുറമാണ് പ്രപഞ്ചവും ഈശ്വരനും എല്ലാം. ഈശ്വരന്റെ ഒരു ചെറിയ ഒരു അല്പ അംശം എടുത്താണ് ഈ പ്രപഞ്ച അണ്ടകടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തിനെ ആരുണ്ടറിയുന്നു? ആ പരബ്രഹ്മ തേജസ്സിന്റെ മുഴുവൻ ശക്തിയെ അറിയാൻ ആരുണ്ട്? അദ്ദേഹത്തിന് മാത്രമേ, ഭഗവാന് മാത്രമേ ഭഗവാൻ എന്താണെന്ന് അറിയാൻ കഴിയൂ. അതുതന്നെയല്ലേ ഒരു മനുഷ്യനെ കുറിച്ചൊന്ന് കേവലം ഒന്ന് ചിന്തിച്ചേ. ഒരു മനുഷ്യൻ ശാന്തനായിരിക്കുമ്പോൾ അവന്റെ ശാന്തതയാണ് ആ കുടുംബത്തിലുള്ളവർ അറിയുന്നത്. അവൻ രൗദ്രഭാവത്തിലാകുമ്പോൾ അവന്റെ ക്രൂരമായിട്ടുള്ള ആ ദേഷ്യമാണ് അറിയുന്നത്. ആ ദേഷ്യത്തിനും ക്രൂരതയ്ക്കും അപ്പുറത്ത് എന്തെല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തെളിഞ്ഞു കിടക്കും. വാത്സല്യം കാണും, പ്രണയം കാണും, അതുപോലെ തന്നെ പ്രതികാരം കാണും, അതിനേക്കാളും വല്ല ക്രിമിനലായിട്ടുള്ള മൈൻഡ് കാണും, എന്തെല്ലാം ആസുരീയമായിട്ടുള്ളത് കാണും. അതൊക്കെ അതാത് സമയങ്ങളിലാണ് ഉണർന്നു വരുന്നത്. അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിനെ ഉണർത്താൻ പാകത്തിനുള്ള മറ്റവസ്ഥകളിലേക്ക് വരുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അനന്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, വിചിത്ര സ്വഭാവങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഈ വിചിത്ര സ്വഭാവത്തെക്കുറിച്ചല്ല ഭഗവാനെ കുറിച്ച് പറയുന്നേ. ഭഗവാന്റെ ഉള്ളിൽ അടങ്ങി നമുക്ക് ഈ വിചിത്രങ്ങളൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പ്രകൃതിയിൽ മായാഗുണത്തിൽ ത്രിഗുണങ്ങളിൽ ജീവിക്കുന്നു. ഭഗവാനോ ഗുണാതീതനാണ്. ഈ ത്രിഗുണങ്ങളെ സൃഷ്ടിച്ച മായാപ്രകൃതിയെയും സൃഷ്ടിച്ച ഭഗവാൻ ഈ ഗുണങ്ങൾക്കൊക്കെ അതീതനാണ്, ഗുണാതീതനാണ് ഭഗവാൻ. ഭഗവാൻ ഇതിന്റെ എങ്ങും പെടുന്നില്ല. ഈ ഗുണങ്ങളിലെല്ലാം ഉള്ള ജീവനെ കൊണ്ട് നടക്കുന്നതും ഭഗവാനാണ്. പക്ഷെ ഈ ത്രിഗുണങ്ങളോട് ആത്മാവ് ബന്ധപ്പെടുന്നില്ല. അത് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് ഈ ഗുണങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അവിടെ ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഊർജമായി ഭഗവാൻ ആത്മചൈതന്യമായി നിലകൊള്ളുന്നു. എങ്കിലും ഭഗവാൻ ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനാണ്. ഈ ഗുണവുമായിട്ട് നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കൊന്നും ഭഗവാൻ ഉത്തരവാദിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. ഇങ്ങനെ ദിവസക്കണക്കിനിരുന്ന് പറഞ്ഞാലും ഭഗവാൻ ഒരു കടലിലെ വെള്ളം നമ്മൾ ഒരറ്റത്തിരുന്ന് നമ്മളിങ്ങനെ ഓരോ ബക്കറ്റ് ദിവസവും കോരി ഒരു മനുഷ്യായുസ് തീരുന്നവരെയും കോരിയാലും കടലിലെ ജലത്തിന് വല്ല കുറവും വരുമോ? കോരുന്നവൻ ക്ഷീണിക്കുന്നു അല്ലേ? അഥവാ കോരി വെളിയിലേക്ക് കളയുന്ന ജലം എവിടേക്കാണ് പോകുന്നത്? അതും മണ്ണിലേക്ക് താന്ന് ഈ കടലിലേക്ക് തന്നെ വീഴും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം നിഷ്ഫലമല്ലേ അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഭഗവാനെ കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിച്ചാലും പിന്നെയും അതിനപ്പുറത്താണ് ഭഗവാൻ കിടക്കുന്നത്. നമ്മൾ എത്ര ഒരു പുരുഷായുസ് മൊത്തം ഇരുന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞാലും ഒരു മനുഷ്യായുസ് മൊത്തം ഇരുന്ന് വിവരിച്ചാലും എന്താണ് ഒരു കൈക്കുടന്നയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അത്രയും പോലും ഉള്ള അറിവ് നമുക്കില്ല. ഭഗവാനെ സംബന്ധിച്ച് അത്ര ഒരു ജ്ഞാനം പോലും നമുക്കില്ല. നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും ഭഗവാന്റെ സൃഷ്ടികളായ നമ്മൾ ഭഗവാൻ സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് ജസ്റ്റിഫൈ ചെയ്യാനും വിമർശിക്കാനും എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്? ആലോചിച്ച് നോക്കൂ.
അതല്ല ശരി, ഇതാണ് ശരി, ഇങ്ങനെയല്ല ഉണ്ടായത്, അങ്ങനെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാവോ ശരിയായിട്ട്? ഏറ്റവും പണ്ഡിതനാന്ന് പറഞ്ഞവർക്ക് പോലും ഒരു പരിധിയുണ്ട് ആ ബ്രെയിനിന്. ആ പണ്ഡിതന്റെയും അല്ലെങ്കിൽ ആ ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്ന ആളിനും ഒരു ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവപ്പെടുന്ന അറിവിനും അതിലൂടെ നേടുന്ന ആ ബ്രെയിനിന്റെ ഒരു പരിധിയുണ്ട്, അതിനൊരു വലിപ്പമുണ്ട്. അത്രയും സ്റ്റോറി ചെയ്യാനോ അറിയാനോ അനുഭവിക്കാനോ ഒക്കെ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കുവാൻ എന്ത് ചെയ്യണം? സാക്ഷാൽ പരബ്രഹ്മത്തെ തന്നെ നാം ശരണാഗതി അടയണം. ഭഗവാനിലേക്ക് തന്നെ നമ്മുടെ ബുദ്ധിയും ഹൃദയവും ജീവിതവും മനസ്സും എല്ലാം തുറന്നു വയ്ക്കണം. വയ്ക്കുമ്പോൾ ആ ജ്ഞാനം ഒരു നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുന്ന ചോർപ്പ് കണ്ടിട്ടില്ലേ? എണ്ണയൊക്കെ കവിഞ്ഞു പോകാതെ കൃത്യമായിട്ട് ബോട്ടിലൊക്കെ വീഴാൻ ഒരു കോർക്ക് പോലെ സാധനം. അതുപോലെ ഭഗവാനിലേക്ക് ഇങ്ങനെ നമ്മളുടെ സർവ ചിന്തകളും ശ്രദ്ധയും നമ്മളുടെ ബുദ്ധിയും എല്ലാം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മുടെ ബോധത്തിലേക്ക് ആ ചോർപ്പിൽ നിന്ന് എണ്ണ ഇറ്റ് വീഴുന്ന പോലെ ഭഗവാനിൽ നിന്ന് ജ്ഞാനം ഇങ്ങനെ ഇറ്റ് വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീണ് എത്രയോ ജന്മം ആ ജ്ഞാനം നമ്മളിലേക്ക് ലഭിച്ചാൽ പോലും പരമമായ ജ്ഞാനത്തിൻ്റെ അടുത്തെങ്ങും നമ്മൾ എത്തുകയില്ല. ഗ്രാമ്യഭാഷയിൽ പറഞ്ഞാൽ 7 അയലത്ത് പോലും നമ്മൾ എത്തില്ല. എന്നിട്ടും നമ്മൾ ഭഗവാനില്ല, ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നമൊക്കെ തീർക്കുമായിരുന്നു എന്നൊക്കെ പറയും. എൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഞാനാണ് പ്രശ്നക്കാരനും പ്രശ്നക്കാരിയും. ഞാൻ കൃത്യമാണെങ്കിൽ എൻ്റെ ജീവിതവും കൃത്യമാകും. എനിക്കാണ് എല്ലാ പ്രശ്നങ്ങളും. ഭഗവാനോ നാം നോക്കുമ്പോൾ കാണുന്ന മറ്റുള്ള വ്യക്തിക്കോ അല്ല. നാം ആദ്യം ക്ലിയർ ആയാൽ കാണുന്നതെല്ലാം ക്ലാരിറ്റി ഉള്ളതായിരിക്കും. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും വയ്യാഴിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാഴ്ചയ്ക്ക് പ്രശ്നം വന്നാൽ അത് നോക്കുന്ന ആളിനാണോ പ്രശ്നം, അതോ നമ്മുടെ ദൃഷ്ടിക്കാണോ ദൃക്കിനാണോ പ്രശ്നം? നമ്മൾ കാണുന്ന കാഴ്ചയ്ക്കാണോ പ്രശ്നം, നമുക്കാണോ പ്രശ്നം? നമ്മുടെ കണ്ണിന് കുഴപ്പം വന്നാൽ കാണുന്നത് ഒരു മൂടൽ മാതിരി ഇരിക്കും, ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാഴ്ചയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, നമ്മുടെ കണ്ണിനാണ് പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അറിയാൻ പറ്റാതെ പോകുന്നതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ പ്രശ്നം. ആ പ്രശ്നത്തെ കണ്ടുപിടിച്ച് ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഏകാന്ത ഭക്തിയോടുകൂടി ഭഗവാനോടൊപ്പം ഇരിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ ജ്ഞാനവും ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും വഴിയും എല്ലാം തുറന്നു കിട്ടും. അതിനുവേണ്ടിയാകണം ഭാഗവതം പോലെയുള്ള മഹത് ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുവാൻ. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ 16,008 ഭാര്യമാരുണ്ട് ഭഗവാന്. ഭഗവാൻ ഒരു അനേകം സ്ത്രീകളുടെ കൂടെ നടക്കുന്ന പുരുഷന്മാരെ കൃഷ്ണൻ എന്നൊക്കെ വിളിക്കും. എന്ത് വിഡ്ഢിത്തമാണ്, എന്ത് അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവാനെ അങ്ങനെയൊക്കെ ഭഗവാന്റെ പേര് മറ്റുള്ള മനുഷ്യർക്ക് ഇടുന്നത്, മനുഷ്യരെ കളിയാക്കാൻ വിളിക്കുന്നത്. പല സ്ത്രീകളുടെ കൂടെ പോകുന്ന പുരുഷനെ വിളിക്കുന്നതാണ്. പല സ്ത്രീകളുടെ കൂടെ പുരുഷന്മാർ പോകുന്നത് അവരോടുള്ള ആസക്തി കൊണ്ടാണ്. ഭഗവാൻ ഈ 16,008 പേരോട് ആസക്തി ഉണ്ടായിട്ടാണോ ഭഗവാനോട് വന്നേ? ഭഗവാൻ ആരോടും ആസക്തിയില്ലായിരുന്നു. ഭഗവാനോടാണ് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ലോകത്തുള്ള എല്ലാ പ്രാണികൾക്കും ഭഗവാനോടാണ് ആസക്തി. ഭഗവാനിലേക്ക് വന്നെടുത്തവരാണ് അവരെല്ലാം. അല്ലാതെ ഭഗവാൻ ഒന്നിനോടും ഒട്ടിപ്പിടിക്കില്ല. നിസ്സംഗനാണ് ഭഗവാൻ. ഇത്രയും സുരസുന്ദരിമാരായിട്ട് കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന സുന്ദരിമാരായിരുന്നു ഈ 16,008 ഭാര്യമാരും. പക്ഷെ ഭഗവാനെ മോഹിപ്പിക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ ഭഗവാൻ ഒരു ഭർത്താവ് എന്ന നിലയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുന്നു നിസ്സംഗനായി നിന്ന്. അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മുടെ കർമ്മം ചെയ്യുമ്പോഴും നാം നിസ്സംഗത്വം പാലിക്കണം, നിർമ്മമത്വം പാലിക്കണം. അത് പറയുമ്പോൾ നമ്മൾ പറയും, അപ്പോൾ നമുക്ക് ആരെ സ്നേഹിക്കണ്ടേ എന്ന്. നമ്മൾ ഭഗവാനിലേക്ക് വന്ന എല്ലാവരുടെയും സ്നേഹം നമ്മളിൽ നിന്ന് പോയിട്ട് നമ്മൾ ഒരു സ്നേഹവും ഇല്ലാതെ നമ്മളിങ്ങനെ വിഷമിച്ച് ഒറ്റയ്ക്ക് ഏകാന്തത്തിലിരിക്കുമെന്ന്. അങ്ങനെയൊന്നും ഇരിക്കത്തില്ല. എല്ലാവരോടും നമുക്ക് ബന്ധപ്പെടാം, എല്ലാവരുമായിട്ട് കൂടാം. പക്ഷേ നാം അവരെ എങ്ങും നമ്മുടെ ഹൃദയത്തിൽ പിടിച്ചു വെച്ച് അതൊരു വിത്തുള്ള കർമ്മമാക്കി മാറ്റരുത്. വിത്തുണ്ട്, ഹൃദയത്തിലേക്ക് വിത്ത് വീണ് കഴിഞ്ഞാൽ അത് വളരാൻ തുടങ്ങും. ഭഗവാൻ വിത്തുകളെല്ലാം ഒരു നിസ്സംഗനായിരുന്നു. ഓരോരുത്തർക്കും
തന്നെ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പക്ഷെ അവരെ ആരെയും തന്റെ ഹൃദയത്തിൽ ഒട്ടിപ്പിടിപ്പിച്ച് വെച്ചില്ല ഭഗവാൻ. അങ്ങനെ കർമ്മം ചെയ്യുകയാണ് ചെയ്യുന്നത്, നിസ്സംഗനായി കർമ്മം ചെയ്യുക. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും സ്ത്രീകളെ അവരെയൊക്കെ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിനുടമകളായിട്ടും ഭഗവാനെ മോഹിപ്പിക്കാനൊന്നും അവരുടെ സൗന്ദര്യത്തിനോ ആ സ്ത്രീ എന്ന നിലയിൽ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭഗവാന്റെ ഭാര്യമാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവർ വിചാരിച്ച് അവർക്കൊക്കെ അധീനനാണ് ഭഗവാനെന്ന്. അങ്ങനെയല്ലേ തോന്നേണ്ടത്? ഞാൻ നിങ്ങൾക്കാർക്കും പിടിതരാത്തവനാണ്, നിങ്ങളെ ആരുടെയും സ്നേഹവും സന്തോഷവും സൗന്ദര്യവും എന്നെ ഭ്രമിപ്പിക്കുന്നില്ല എന്ന് അവരോട് തന്നെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും ഭഗവാനോടൊരു അടുപ്പം വരുമോ? അല്ലെങ്കിൽ ആ സ്നേഹത്തിലൊരു തൃപ്തി വരുമോ? ഇല്ല. അപ്പം അവർ ചിന്തിക്കും ഞങ്ങളെക്കാൾ വേറെ ആളോടായിരിക്കും ഭഗവാന് സ്നേഹം, മറ്റേ ആളിനോടായിരിക്കും സ്നേഹമെന്ന് തോന്നും. അവരുടെ മനസ്സിങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ ഭാര്യമാർക്കും ഭഗവാൻ പൂർണ്ണനായി അധീനനാണെന്ന് അവർക്ക് തോന്നുമായിരുന്നു. അത്രയ്ക്ക് അവരെ പൂർണ്ണമായി അവരുടെ സ്നേഹം ഉൾക്കൊള്ളുകയും അതിന് തിരിച്ച് അതിനേക്കാൾ കൂടുതൽ കരുതലും സ്നേഹവും ആശ്രയത്വവും എല്ലാം കൊടുക്കുമായിരുന്നു ഭഗവാൻ. അപ്പോൾ തോന്നും ഞങ്ങൾക്ക് വേണ്ടി മാത്രം, എനിക്ക് വേണ്ടി മാത്രമാണ്, എന്നോട് മാത്രമാണ് ഇത്രയും സ്നേഹം എന്നൊക്കെ അവർക്ക് ഓരോരുത്തർക്കും തോന്നും. എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നും. ഇപ്പം നമ്മൾ ഭഗവാനെ ആഗ്രഹിച്ച് സ്നേഹിച്ച് ഭഗവാനെ എനിക്ക് വേറെ ആരുമില്ല കണ്ണാ എന്ന് പറഞ്ഞ് ഭഗവാൻ ആശ്രയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണനായിട്ട് നമുക്ക് കിട്ടും ഭഗവാനെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭഗവാന്റെ ഭാര്യമാരായിട്ട് ജീവിച്ചപ്പോൾ ഭഗവാൻ തന്റെ മായാ സ്വരൂപിണിയിൽ നിന്നൊരു ശരീരം സ്വീകരിച്ച് ഒരു പൂർണ്ണ പുരുഷനായി വന്ന് സുന്ദരഗാത്രനായി വന്ന് മായാമോഹനനായി വന്ന് നിൽക്കുമ്പോൾ ആ ഭാര്യമാർക്ക് പിന്നെ ഭഗവാനെ അല്ലാതെ പിന്നെ ആരെയാണ് സംതൃപ്തമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നത്? അവരെല്ലാവരും ആ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഭഗവാനെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അവരെ ആറാടുകയാണ്. കലിയുഗത്തിലിരിക്കുന്ന നമുക്ക് സന്തോഷം കൊണ്ട് ആറാടാൻ കഴിയുമെങ്കിൽ ദ്വാപര യുഗത്തിൽ ഭഗവാനോടൊപ്പം ജീവിച്ച സ്ത്രീകൾക്ക് അതിന് കഴിയില്ലേ? അപ്പോൾ ഭഗവാന്റെ പത്നിമാർക്ക് പോലും ഭഗവാന്റെ നിസ്സംഗത്വം മനസ്സിലാക്കാൻ അതുകൊണ്ട് കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങൾക്ക് അധീനനാണെന്ന് അവർ വെറുതെ വ്യാമോഹിക്കുകയാണ് ചെയ്തത്. അവർ വ്യാമോഹിച്ചതേ ഉള്ളൂ. പക്ഷെ ഭഗവാന്റെ ഹൃദയം ആർക്കറിയാം? ആർക്കും അറിഞ്ഞുകൂടാ. സത്യത്തിൽ ഭഗവാൻ മാത്രമേ അറിയൂ. നിസ്സംഗനാണ് ഭഗവാൻ, നിസ്സംഗൻ, ഒരാളോടും സംഘമില്ലാത്തവൻ. അങ്ങനെയുള്ള ആളിനാണ് അത്രയും പേരെ രക്ഷിച്ചെടുത്ത് അവർക്ക് വേണ്ടുന്ന ആഗ്രഹങ്ങളും അവരെല്ലാം ഭഗവാനെ ഭർത്താവായി വേണമെന്ന് ആഗ്രഹിച്ച പൂർവ്വജന്മാർജിതമായ കർമ്മഫലമാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ ഇന്നത്തെ മനുഷ്യന്മാർ സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അഭിനിവേശം കൊണ്ട് അവരെയൊക്കെ സ്വന്തമാക്കുകയും ആക്രമിക്കുകയും പലതരത്തിലുള്ള പീഡനങ്ങൾക്കൊക്കെ ഇരയാക്കുകയും ചെയ്യുന്ന പോലെയാണോ ഭഗവാൻ അവരെയൊക്കെ കരുതിയത്? അല്ല. സ്ത്രീകൾക്കൊക്കെ ഒരു രക്ഷയില്ല. നമ്മൾ കേൾക്കുന്നില്ലേ ഒരേ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ? ഹൃദയഭേദകമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് സ്ത്രീകളോട്. അവസാനം ഒരു PG ഡോക്ടറോട് എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലൊക്കെ ഭയങ്കര കഷ്ടം, മഹാകഷ്ടം. സ്ത്രീകളുടെ അവസ്ഥ ഇതിലൊക്കെ മോശമായിട്ടിരിക്കുകയാണ്. ഭരിക്കുന്ന ഭരണചക്രം കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നു കുറ്റവാളികളെ. അതുപോലെ തന്നെ തെളിവുകൾ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്നു, കെട്ടിടങ്ങൾ ഇടിച്ച് നശിപ്പിക്കുന്നു, തെറ്റ് ചെയ്ത സ്ഥലം ഇല്ലായ്മ ചെയ്ത് ആ തെളിവിന് തടസ്സം സൃഷ്ടിക്കുന്നു. എന്ത് കാര്യങ്ങളാണ് ഭരിക്കുന്നവർ തന്നെ. കാരണം ഭരിക്കുന്നവരും തെറ്റ് ചെയ്തവരും എല്ലാവരും ഒരു ഡ്രഗ് മാഫിയയുടെ കണ്ണിയായിരുന്നു. ആ കുട്ടി അതിനെ എതിർത്തത് കാരണമാണ്. അതിന്റെ സത്യം കണ്ടുപിടിക്കാൻ അത് ഒറ്റയാൾ പട്ടാളം പോലെ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് അതിന് ആ ഗതി വന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭരണകൂടത്തിൻ്റെയൊക്കെ അവരുടെയൊക്കെ അറിവോടുകൂടിയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഭരണകൂടം പോലും ഇല്ല എന്ന് അവിടുത്തെ ഹൈക്കോടതി ഒരു ഭരണമില്ലാത്ത സംസ്ഥാനമായിട്ട് ഹൈക്കോടതി ഡിക്ലെയർ ചെയ്തത്. എന്താണ് സ്ത്രീകൾക്ക് ഒരു ശാശ്വത സമാധാനം, സത്യം? ഇതിനെയൊക്കെ അപലപിച്ചത് കേരളത്തിൽ നിന്ന് ഒരു മാന്യ വനിതയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാനമ്പാടിയായ KS ചിത്ര ചേച്ചി പ്രധാനമന്ത്രിക്ക് നേരിട്ട് സന്ദേശം അയച്ചു.
ഈ പ്രശ്നങ്ങളിലെല്ലാം പരിഹാരത്തിന് വേണ്ടിയും പ്രധാനമന്ത്രി നേരിട്ടിറങ്ങണമെന്ന്. കേരളത്തിൽ എത്രയോ ബുദ്ധിജീവികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും സ്ത്രീകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഭരണകർത്താക്കളും എല്ലാം ഉള്ളതല്ലേ. ആരെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഇല്ല. ആ കുട്ടിയെന്നല്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ് ഇവിടെ എന്തുമാത്രം സ്ത്രീ ശാക്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. എത്രയോ സ്ത്രീ ശാക്തീകരണവും, സ്ത്രീകൾ കയറാൻ പാടില്ലാത്ത അമ്പലത്തിൽ സ്ത്രീകൾക്ക് കയറി സമനീതി, ജെൻഡർ ജസ്റ്റിസ് നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന കുറേ എന്തുവായിരുന്നു സാമൂഹിക സാംസ്കാരിക നായകന്മാരൊക്കെയല്ലേ ഇവിടെ ഉള്ളവർ. എന്നിട്ട് ആർക്കും സംസാരിക്കാനില്ല. ഒരു പെൺകുട്ടി പിച്ച് ചീന്തി ദുർഗതിയിലേക്ക് പോയപ്പോൾ ആർക്കുമില്ല. സ്ത്രീകൾക്ക് കേരളത്തിലെ അല്ല ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകളുടെ വക്താവായിട്ട് KS ചിത്രശേഷി മാറിയതിൽ ആ മഹത് വ്യക്തിയുടെ പാദനമസ്കാരം ചെയ്യുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് പറഞ്ഞു വന്നത്. ഭാഗവതത്തിൽ സ്ത്രീകൾക്ക് ഭഗവാൻ കൊടുത്ത മാന്യതയും, അത് ദ്വാപരയുഗത്തിലെ മാന്യത, തുല്യ പദവി. ഇന്ന് ആധുനിക യുഗമാണെന്ന് പറയുന്ന കലിയുഗത്തിൽ ആധുനിക യുഗം എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉയർന്നു പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എല്ലാറ്റിനും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളുണ്ട്. എന്തുവായിരുന്നു പറഞ്ഞത്? തുല്യനീതികൾക്ക് വേണ്ടി, ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയുള്ള നീതികളെല്ലാം ഉണ്ട്. എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളും സജീവമാണ്. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ സ്ത്രീകൾ നിർഭയമായി ഭഗവാന്റെ ഒപ്പം, അല്ലെങ്കിൽ എവിടെയാണോ സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്ന അതെല്ലാം തല്ലി തകർത്ത് ഭഗവാൻ അവരെയൊക്കെ രക്ഷപ്പെടുത്തി അവർക്ക് തുല്യനീതി കൊടുത്ത് അവരെ രക്ഷിച്ചെടുത്തിട്ട് ആ കൃഷ്ണന്റെ പേരിൽ ഇന്നത്തെ ഈ കലിയുഗത്തിലെ ഇത്രയും വികൃതമായ സമൂഹത്തിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന പുരുഷന്മാരെ ഭഗവാന്റെ പേരൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാവോ? ഭഗവാൻ ആരാണെന്നോ അല്ലെ ഭാരതധർമ്മം എന്താണെന്നോ സ്ത്രീകൾ ആരാണെന്നോ സ്ത്രീക്ക് കൊടുക്കേണ്ട മാന്യതയും മഹത്വത്തെക്കുറിച്ചോ വല്ലതും അറിയാവോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്? അപ്പോൾ വിമർശിക്കുകയും താരതമ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെ വിടുക. പ്രത്യേകിച്ച് പ്രപഞ്ചനാഥനായ ഭഗവാന്റെ പേരൊന്നും അതിനുച്ചരിക്കാൻ പോലും ആർക്കും യോഗ്യതയില്ല. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ ഒരാളാണ് വെറും കൃമികീടങ്ങളെ പോലെയുള്ള മനുഷ്യർ. ആ മനുഷ്യർ ഭഗവാനെ സന്തുലിതമായിട്ട് പറയുകയാണ് ഇന്നത്തെ കാലഘട്ടമായിട്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ സംസാരം അധികമായി പോകും. അതുകൊണ്ട് തൽക്കാലം ഇന്ന് ശ്രീമദ് ഭാഗവതം 11-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായം, അടുത്ത ഭാഗം 12-ാം ഭാഗം പരീക്ഷിത്തിൻ്റെ ജനനമാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഒരുപാട് വൈകിപ്പോയി. ഇന്നത്തെ ഭാഗവതം ഈ വിവരണം ഇടുവാൻ, ഇത് ചെയ്യുവാൻ എന്നോട് സദയം ക്ഷമിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.